ഹലോ ഹായ് എല്ലാ കൂട്ടുകാർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ. അപ്പോൾ ഞാനിന്ന് ഒരു ഡ്രിങ്ക് ലെമൺ ഡ്രിങ്ക് ഉണ്ടാക്കുന്നത് കണ്ടിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ വൈകുന്നേരത്തേക്ക് നോമ്പ് തുറക്കുമ്പോഴേക്ക് അത് ഉണ്ടാക്കാമെന്ന് വെച്ച് ഇങ്ങനെ ഇരിക്കുമ്പോഴാണ് മോന് കോളേജ് വിട്ട് വരുമ്പോൾ ഈ പാക്കറ്റ് കൊണ്ടുവരുന്നത് കേട്ടോ. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇതെന്താ റോസ് മിൽക്കിൻ്റെ അങ്ങനെ എന്തോ ഒരു പൗഡറാണ് വിചാരിച്ചിട്ട് അതും പിടിച്ചുകൊണ്ട് ഇങ്ങനെ അടുക്കളയ്ക്ക് വന്നിട്ട് ഇന്നിപ്പോൾ അത് ഉണ്ടാക്കാൻ പറ്റില്ല, ഇന്ന് നമുക്ക് ഈ ജ്യൂസ് ഉണ്ടാക്കാൻ വിചാരിച്ച് വന്നതാണ് കേട്ടോ. കാണിക്കേ പാക്കറ്റ് കാണിക്കും. ഞാൻ വലിയ ജ്യൂസാണെന്നൊക്കെ വിചാരിച്ചിട്ട് വൈകുന്നേരം ഒന്ന് നല്ലൊരു ഡ്രിങ്കിൻ്റെ വീഡിയോ ഉണ്ടിരുന്നു. അപ്പം അത് ഉണ്ടാക്കാൻ വിചാരിച്ചിട്ട് ലെമണിൻ്റെ ഉണ്ടാക്കാൻ വെച്ച് വന്നപ്പോൾ ഇതേ കിട്ടണം. അപ്പം ഇനിയിപ്പോൾ ഇത് ഉണ്ടാക്കാമല്ലോ വെച്ചാൽ കുടിക്കില്ലേ തുളച്ച് കെട്ടിയത് ഇത് അല്ല, ഇത് നാണ്. അപ്പോൾ എന്തോ ഇൻസ്റ്റാഗ്രാമിൽ എന്തോ റീൽസിൽ കണ്ടുവന്ന് പറഞ്ഞിട്ടുണ്ടോ നോമ്പ് തുറക്കുമ്പോൾ അത് ക്ഷീണത്തിന് നല്ലതാണെന്ന് പറഞ്ഞിട്ട് വാങ്ങിയിട്ട് വന്നതാണ് കേട്ടോ. അപ്പോൾ 60 രൂപയാണ് പാക്കറ്റിന്. കുടിച്ച് നോക്കാമല്ലോ എന്ന് പറഞ്ഞിട്ട് വാങ്ങിയിട്ട് വന്നു. അപ്പോൾ ഞാൻ പിന്നെ ഇന്ന് ഓട്ടടയും ചെറുപയർ കറിയാണ് കേട്ടോ വെക്കുന്നത്. അപ്പോൾ മിനിയാന്നത്തെ കുറച്ച് സമൂസേൻ്റെ ഷീറ്റ് ബാക്കി വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കതിന് കുറച്ച് മസാല ഉണ്ടാക്കണം കേട്ടോ. അപ്പോൾ അതിന് കുറച്ച് ക്യാബേജും ക്യാരറ്റും ഒക്കെ എടുത്തിട്ട് ചോപ്പറിൽ ഒന്ന് ചോപ്പ് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഇനി പലഹാരങ്ങളൊക്കെ ഉണ്ടാക്കണമെങ്കിൽ ഞാൻ തന്നെ മെനക്കെടണം കേട്ടോ. മറ്റേത് വലിയോള് ഉണ്ടായിരുന്നപ്പോൾ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഓള് ചെയ്യുമായിരുന്നു. പിന്നെ ചെറിയ മോള് ക്ലാസ് ഇട്ട് വരണമെങ്കിൽ 6 മണിയാവും കേട്ടോ. വർഷാലായിരുന്ന സമയത്തൊക്കെ 4-4:30 ആകുമ്പോഴേക്കും വീട്ടിലെത്തുമ്പോൾ ഇങ്ങനത്തെ പണികളും ജ്യൂസ് ഫ്രൂട്ട്സിൻ്റെ ഒക്കെ പണികളൊക്കെ ഓൾ തന്നെ ചെയ്യുന്നുണ്ട്. എനിക്ക് ആ പണി ഉണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ എല്ലാ പണി ഞാൻ തന്നെ എടുക്കണം. അപ്പോൾ എല്ലാ പച്ചക്കറികളും പിന്നെ ചോപ്പറിലിട്ടിട്ടൊന്ന് ചോപ്പ് ചെയ്തെടുത്താൽ എളുപ്പമാകും കേട്ടോ. അപ്പോൾ ഞാൻ ക്യാബേജ് ആദ്യം ഒന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട്. ഞാൻ ഇപ്പോൾ ഉപ്പേരിക്കാണെങ്കിലും ബീൻസും ക്യാബേജും ഒക്കെ അങ്ങനെ തന്നെ കേട്ടോ ചെയ്യൽ. അപ്പോൾ ഒന്ന് വേഗം വെന്ത് കിട്ടും കേട്ടോ. അപ്പോൾ 2 ക്യാരറ്റും 5-6 ബീൻസും എടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ തന്നെ പച്ചമുളകും ഞാൻ അതിൽ തന്നെ ചോപ്പ് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. ഉള്ളി തക്കാളി വന്നിട്ട് കയ്യിൽ തന്നെ അരിഞ്ഞ് വെക്കുകയാണ്. അല്ലെങ്കിൽ ചോപ്പറിലിട്ട് കഴിഞ്ഞാൽ നമുക്ക് എണ്ണയിലൊന്നും വഴറ്റിയെടുക്കാൻ പറ്റില്ലല്ലോ. അതുകൊണ്ട് ഞാൻ അത് തനിച്ച് എടുക്കുകയാണ് കേട്ടോ. ചോപ്പറുള്ള കാരണം നമുക്ക് പണികളൊക്കെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും കേട്ടോ. മറ്റേത് നമ്മൾ ഓരോന്ന് അരിഞ്ഞെടുക്കണ്ടേ. ആ ടൈം കൊണ്ട് നമുക്ക് കഴുകി വൃത്തിയാക്കിയിട്ടൊന്ന് കഷ്ണമാക്കിയിട്ട് ഇട്ട് വെച്ചാൽ വേഗം ചോപ്പ് ചെയ്തെടുക്കാം. അപ്പോൾ ഫ്രിഡ്ജിൽ സമൂസേൻ്റെ ഷീറ്റ് അങ്ങനെ പൊട്ടിച്ച പാടങ്ങനെ പൊതിഞ്ഞൊന്നും വെക്കാതെ ആയതുകൊണ്ട് ഒരു സൈഡ് ഡ്രൈ ആയിട്ട് പൊട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി ഇതൊക്കെ റെഡിയാക്കി വെച്ചിട്ട് അപ്പോൾ എന്തായാലും മസാല ഇത് കുറച്ച് അധികം ഉണ്ടാവും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുറച്ച് മാവ് കുറച്ചധികം കലക്കുന്നുണ്ട്. അപ്പോൾ ഉരുളകളാക്കിയിട്ട് നമുക്ക് മാവിൽ മുക്കി പൊരിക്കാമല്ലോ. കുറച്ച് കിഴങ്ങും പട്ടാണിയും കൂടെ ഞാൻ വേവിക്കാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് റെഡിയാക്കി വെച്ചിട്ട് വേണം പോയി കുളിച്ച് നിസ്കരിച്ചൊക്കെ കഴിഞ്ഞിട്ട് വന്നിട്ട് വേണം ഉണ്ടാക്കാനായിട്ട് കേട്ടോ. അപ്പോൾ ഒക്കെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് പോയിട്ട് വരാം കേട്ടോ. അപ്പോൾ ഞാൻ സമൂസേൻ്റെ ഷീറ്റൊക്കെ നല്ല ഫില്ല് ചെയ്ത് വെച്ചൊക്കെ പൊരിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ബാക്കി മാവ് വന്നിട്ട് മാവിൽ മുക്കിയിട്ട് അങ്ങനെ നമ്മൾ സുഖിയിൽ ഉണ്ടാക്കുന്ന പോലെ അങ്ങനെ പൊരിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ മോളെ ഫ്രണ്ട്സുകളൊക്കെ പറയും പലഹാരമൊക്കെ ഉണ്ടാക്കിയത് കൊണ്ടുവരണ്ടേന്നൊക്കെ പറയും കേട്ടോ. കഴിഞ്ഞ പ്രാവശ്യം മോമോസ് ഉണ്ടാക്കിയപ്പോൾ മക്കൾക്ക് കൊടുത്തു വിട്ടിരുന്നു. പിന്നെ ഇടയിലും കുറച്ച് കൊടുത്തു വിടണം കേട്ടോ. അവർക്ക് അതൊക്കെ ഒരു സന്തോഷമായിരിക്കില്ലേ. കോളേജിൽ നിന്ന് മോൻ്റെ ഫ്രണ്ട്സുകളും പറഞ്ഞു കേട്ടോ. അപ്പോൾ 2-3-4 5 ഒന്നും അവർക്ക് കൊണ്ടുപോയാൽ പറ്റില്ല. അപ്പോൾ ഞാൻ തനിച്ചൊരു ദിവസം കുറച്ചധികം ഉണ്ടാക്കി തരാമെന്ന് പറഞ്ഞിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇനി എന്തെങ്കിലും ഉണ്ടാക്കിയിട്ട് കൊടുത്തു വിടണം അവർക്കും. അപ്പോൾ പലഹാരങ്ങളൊക്കെ ചുട്ട് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇനി ഓട്ടടക്ക് മാവ് അരച്ച് വെച്ചിട്ടുണ്ട്. ഇനി അതും കൂടി ചുട്ടെടുക്കണം.
അപ്പോൾ ഇപ്പോൾ സമയം 5:45 കേട്ടോ. നല്ല മഴ പെയ്യുന്നുണ്ട്. അപ്പോൾ മോള് വന്നപ്പോൾ ഞാൻ ഫ്രൂട്ട്സും കാര്യങ്ങളൊക്കെ അവളോട് നേരാക്കാൻ പറഞ്ഞിട്ടുണ്ട്. വത്തക്ക ജ്യൂസും അടിക്കാമെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അവൾ ചോപ്പറിലിട്ടിട്ട് വത്തക്ക ജ്യൂസൊക്കെ അടിച്ചിട്ടുണ്ട്. ഫ്രൂട്ട്സൊക്കെ കട്ട് ചെയ്ത് തന്നു കേട്ടോ. അപ്പോൾ ഇന്നത്രയുള്ളൂ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്.